ചിലർ ചരിത്രം വായിക്കുന്നു, ചിലർ ചരിത്രം സൃഷ്ടിക്കുന്നു. എന്നാൽ മറ്റു ചിലരുണ്ട്, അവർ ചരിത്രത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആധുനിക കാലത്തെ ചാണക്യനെന്ന് ശത്രുക്കളും മിത്രങ്ങളും ഒരുപോലെ വിളിക്കുന്ന പേര് അമിത് അനിൽ ചന്ദ്ര ഷാ. ഇതൊരു വെറും രാഷ്ട്രീയക്കാരൻ്റെ കഥയല്ല, മറിച്ച് അസാധ്യമായതിനെ സാധ്യമാക്കിയ തന്ത്രങ്ങളുടെയും അതിജീവനത്തിൻ്റെയും ഇതിഹാസമാണ്. അധികാരത്തിൻ്റെ പടവുകൾ അദ്ദേഹം ഓടിക്കയറിയതല്ല, മറിച്ച് ഓരോ ഇഷ്ടികയും സ്വയം വെച്ചുണ്ടാക്കിയതാണ്. 1980കളിൽ അഹമ്മദാബാദിലെ തെരുവുകളിൽ പോസ്റ്ററുകൾ ഒട്ടിച്ചും ബൂത്ത് ലെവൽ കമ്മിറ്റികളിൽ തർക്കിച്ചു നടന്ന ആ യുവാവിനെ ഡൽഹി ഭയപ്പെടുമെന്ന് ആരും കരുതിയില്ല. നരേന്ദ്രമോദി എന്ന സൂര്യന് ചുറ്റും ഒരു കവചമായി നിന്ന ആ നിഴൽ രൂപം പതുക്കെ കരുത്തുറ്റ ഒരു കോട്ടയായി മാറി. രാഷ്ട്രീയത്തിലെ ചതിക്കുഴികളും ജയിൽവാസവും അദ്ദേഹത്തെ തളർത്തിയില്ല, പകരം ഇനിയൊരിക്കലും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം കരുത്തനാക്കി. അഹമ്മദാബാദിലെ തെരുവുകളിൽ നിന്ന് തുടങ്ങിയ ഒരു സൗഹൃദം അത് വെറും ഒരു കൂട്ടുകെട്ടായിരുന്നില്ല, മറിച്ച് ഭാരതത്തിന്റെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന ഒരു പവർ ഹൗസിന്റെ തുടക്കമായിരുന്നു. 14-ാം വയസ്സിൽ സംഘത്തിന്റെ പാതയിലേക്ക് ഇറങ്ങിയ അമിത് ഷാ പൈപ്പ് ബിസിനസ്സുകാരന്റെ മകനിൽ നിന്ന് പക്കാ രാഷ്ട്രീയക്കാരനായി മാറി. 1991-ൽ LK അദ്വാനി ഗാന്ധിനഗറിൽ നിന്നും മത്സരിക്കുന്നു. രാഷ്ട്രീയ ഭീഷ്മാചാര്യനായ അദ്വാനിയുടെ ക്യാമ്പയിൻ നിയന്ത്രിക്കുന്നത് വെറും 27 വയസ്സുള്ള ഒരു യുവാവാണ്. അന്ന് അമിത് ഷാ തെളിയിച്ചു, താൻ വോട്ടുകൾ എണ്ണുകയല്ല, വോട്ടുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നതെന്ന്. ഓരോ ബൂത്തിലും കൃത്യമായ കണക്കുകൾ, മൈക്രോ മാനേജ്മെന്റ്. അവിടെയാണ് ഷാ തന്ത്രം ജനിക്കുന്നത്. ഗുജറാത്തിൽ BJPയെ വേരോട്ടമുള്ളതാക്കിയത് വെറും പ്രസംഗങ്ങൾ കൊണ്ടല്ല. കോൺഗ്രസിന്റെ കോട്ടകളായിരുന്ന സഹകരണ ബാങ്കുകളിലും സ്പോർട്സ് ബോർഡുകളിലും അമിത് ഷാ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുകൾ വഴിയാണ്. 12 വകുപ്പുകൾ ഒരേ സമയം ഭരിച്ചുകൊണ്ട് അദ്ദേഹം മോദിയുടെ വിശ്വസ്തനായ സൈന്യാധിപനായി. ഗുജറാത്ത് മോഡൽ വികസനത്തിന്റെ നെടുംതൂണായി അദ്ദേഹം മാറി. യഥാർത്ഥ നായകന്മാർ ജനിക്കുന്നത് സുഖസൗകര്യങ്ങളിലല്ല, മറിച്ച് കഠിനമായ പരീക്ഷണങ്ങളിലാണ്. 2010-ൽ രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഇരയായി അദ്ദേഹം ജയിലിലായി. ഗുജറാത്തിൽ നിന്ന് നാടുകടത്തപ്പെട്ടു. ഡൽഹിയിലെ ഒരു ചെറിയ മുറിയിൽ അദ്ദേഹം ഒതുങ്ങിക്കൂടുമെന്ന് ശത്രുക്കൾ കരുതി. പക്ഷേ അവിടെ ഇരുന്ന് അദ്ദേഹം വരും ദശകങ്ങളിലെ ഇന്ത്യയെ വരച്ചുണ്ടാക്കുകയായിരുന്നു. അദ്ദേഹം പിന്നീട് പറയുകയുണ്ടായി, അവർ എന്നെ നാടുകടത്തി, പക്ഷെ അവർ മറന്നുപോയി, അവർ എന്നെ അയച്ചത് ഇന്ത്യയുടെ ഹൃദയത്തിലേക്കായിരുന്നു എന്ന്. ഈ കാലയളവിൽ അദ്ദേഹം ഉത്തരേന്ത്യയിലെ ഓരോ ഗ്രാമത്തിലും സഞ്ചരിച്ചു, ജാതി സമവാക്യങ്ങൾ പഠിച്ചു, ശത്രുക്കളുടെ ബലഹീനതകൾ മനസ്സിലാക്കി. മടക്കയാത്ര ഒരു കൊടുങ്കാറ്റാകുമെന്ന് ഉറപ്പായിരുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ യുദ്ധം. ഗംഗാനദിയുടെ തീരത്ത് BJPയുടെ വിജയക്കൊടി പാറിക്കാൻ മോദി ഏൽപ്പിച്ചത് തന്റെ ഏറ്റവും വിശ്വസ്തനായ കമാൻഡറെയായിരുന്നു. UPയിലെ ജാതി രാഷ്ട്രീയത്തിന്റെ കോട്ടകൾ ഓരോന്നായി ഷാ തകർത്തു. അമിത് ഷാ വരുന്നു എന്നറിഞ്ഞാൽ എതിരാളികൾ ഭയക്കും. അദ്ദേഹം പ്രസംഗിക്കാനല്ല, മറിച്ച് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ മാന്ത്രികത കാട്ടാനാണ് വന്നത്. വോട്ടർ പട്ടികയിലെ ഓരോ പേജിനും ഒരാളെ ഉത്തരവാദിയാക്കി. ജനങ്ങളെ നേരിട്ട് കാണുക, ബൂത്തുകൾ പിടിച്ചെടുക്കുക, കായികമായല്ല ബുദ്ധിപരമായി. ഇതായിരുന്നു അമിത് ഷായുടെ തന്ത്രം. ഫലം വന്നപ്പോൾ 80-ൽ 71 സീറ്റുകൾ. അത് വെറുമൊരു വിജയമായിരുന്നില്ല, ഭാരത ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ തന്നെ തുടക്കമായിരുന്നു. ഈ വിജയം അമിത് ഷായെ BJPയുടെ ദേശീയ അധ്യക്ഷനാക്കി. 2019 ഓഗസ്റ്റ് 5 ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ധീരമായ നിമിഷം. ആഭ്യന്തരമന്ത്രിയായി അമിത് ഷാ പാർലമെന്റിൽ പ്രഖ്യാപിക്കുന്നു, ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നു. പതിറ്റാണ്ടുകളായി ആരും തൊടാൻ ഭയന്ന വിഷയം. കാശ്മീർ കത്തുമെന്ന് പലരും പ്രവചിച്ചു, പക്ഷേ ഷായുടെ ആസൂത്രണം കൃത്യമായിരുന്നു. ഒരു തുള്ളി രക്തം ചിന്താതെ ലോകം കണ്ണു തുറക്കുന്നതിന് മുമ്പ് അദ്ദേഹം കാശ്മീരിനെ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാക്കി. അതായിരുന്നു യഥാർത്ഥ ചാണക്യ നിമിഷം. അധികാരമെന്നത് അമിത് ഷായ്ക്ക് വെറുമൊരു പദവിയല്ല, മറിച്ച് തന്റെ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ള ആയുധമാണ്. മുസ്ലിം സഹോദരിമാരുടെ കണ്ണുനീർ തുടയ്ക്കാൻ, മുത്തലാഖ് എന്ന അനാചാരം നിരോധിക്കാൻ അദ്ദേഹം തീരുമാനിച്ചപ്പോൾ രാജ്യം വിറച്ചു. വർഗീയവാദികൾ തെരുവിലിറങ്ങി. പക്ഷേ പാർലമെന്റിന്റെ തറയിൽ വിരൽ ചൂണ്ടി അദ്ദേഹം പറഞ്ഞു, ഇത് മതത്തിന്റെ കാര്യമല്ല, ഇത് ലിംഗനീതിയുടെ കാര്യമാണ്, എൻ്റെ സഹോദരിമാരുടെ സുരക്ഷയുടെ കാര്യമാണ്. അതുപോലെ തന്നെയായിരുന്നു പൗരത്വ ഭേദഗതി നിയമം. അയൽ രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ക്രിസ്ത്യാനികൾക്കും വേണ്ടി അദ്ദേഹം നിലകൊണ്ടു. പ്രതിഷേധങ്ങൾ ആളിക്കത്തി, വിദേശ മാധ്യമങ്ങൾ വിമർശിച്ചു. പക്ഷേ അമിത് ഷാ കുലുങ്ങിയില്ല. എതിർപ്പുകൾ കൊടുങ്കാറ്റായി വന്നപ്പോഴും അദ്ദേഹം പാർലമെന്റിൽ പുഞ്ചിരിയോടെയിരുന്നു. ഈ പുഞ്ചിരിയിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു,
രാഷ്ട്രമാദ്യം, ബാക്കിയെല്ലാം അതിനുശേഷം. തൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ടു പോകില്ലെന്ന് ഷായുടെ ഈ ഉറച്ച നിലപാട് അദ്ദേഹത്തെ അനുയായികളുടെ പ്രിയങ്കരനായ ഉരുക്കു മനുഷ്യനാക്കി മാറ്റി. നിയമങ്ങൾ കടലാസിൽ മാത്രമല്ല, ജനങ്ങളുടെ ജീവിതത്തിലും മാറ്റം വരുത്തുമെന്ന് അദ്ദേഹം തെളിയിച്ചു. ഉറിയിൽ നമ്മുടെ ജവാന്മാരുടെ രക്തം വീണപ്പോൾ ഭാരതത്തിൻ്റെ ഹൃദയം തേങ്ങി. പക്ഷേ ഡൽഹിയിലെ ആ മുറിയിൽ കണ്ണീരിന് പകരം കത്തുന്ന പ്രതികാരമായിരുന്നു. അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രിയുടെ കണ്ണുകളിൽ നിശ്ചയദാർഢ്യം തിളങ്ങി. ഇത് പഴയ ഇന്ത്യയല്ല, തിരിച്ചടിക്കുന്ന ഇന്ത്യയാണ് എന്ന സന്ദേശം ലോകത്തിന് നൽകാൻ സമയമായി. അർദ്ധരാത്രിയുടെ മറവിൽ നമ്മുടെ കമാൻഡോകൾ അതിർത്തി കടക്കുമ്പോൾ അമിത്ഷാ ഉറങ്ങിയില്ല. ഓരോ സെക്കൻഡും അദ്ദേഹം നിരീക്ഷിച്ചു. ഭൂപടത്തിലെ ഓരോ പോയിന്റും അദ്ദേഹത്തിന് മനഃപ്പാടമായിരുന്നു. ശത്രുവിൻ്റെ താവളങ്ങൾ തകർത്ത് നമ്മുടെ ധീരജവാന്മാർ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിക്ക് പിന്നിൽ തകർക്കപ്പെട്ട ശത്രുവിൻ്റെ അഹങ്കാരമുണ്ടായിരുന്നു. ഇന്ത്യയുടെ അതിർത്തികൾ ഇനി സുരക്ഷിതമാണെന്നുറപ്പാക്കിയ അപ്രതിരോധ്യമായ ഇച്ഛാശക്തി. ഭാരതത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിൽ ചുവപ്പ് കോട്ടകൾ തകർക്കപ്പെടില്ലെന്ന് ലോകം കരുതിയ ഒരിടമുണ്ടായിരുന്നു: ത്രിപുര. 4 നൂറ്റാണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പടുത്തുയർത്തിയ ഉരുക്ക് ലോകം. ഡൽഹിയിലെ രാഷ്ട്രീയ പണ്ഡിതന്മാർ പോലും BJPക്ക് അവിടെ സ്ഥാനമില്ലെന്ന് വിധിയെഴുതി. പക്ഷേ 2017 ഒരു തണുത്ത പ്രഭാതത്തിൽ അമിത്ഷാ ആ മണ്ണിൽ കാലുകുത്തി. അദ്ദേഹം അവിടെ പ്രസംഗിക്കാൻ മാത്രമായിരുന്നില്ല വന്നത്. മാസങ്ങളോളം വേഷം മാറി സഞ്ചരിച്ച BJP പ്രവർത്തകർക്ക് അദ്ദേഹം നൽകിയത് ഒരേ ഒരു നിർദ്ദേശമായിരുന്നു: ഓരോ വീടിൻ്റെയും വാതിലിൽ മുട്ടുക, നമ്മുടെ പ്രത്യയശാസ്ത്രം അവരുടെ ഹൃദയത്തിലെത്തിക്കുക. ശത്രുക്കൾ കരുതിയത് ഷാ വെറും ഒരു അതിഥിയാണെന്നാണ്. എന്നാൽ നിശബ്ദനായ ആ വേട്ടക്കാരൻ ത്രിപുരയിലെ ഓരോ ഗ്രാമത്തിലും പന്ന പ്രമുഖന്മാരുടെ ഒരു സൈന്യത്തെ തന്നെയാണ് വാർത്തെടുത്തത്. 2018 ആ വോട്ടെണ്ണൽ ദിനം ചരിത്രമായി. 25 വർഷത്തെ ചുവപ്പ് ഭരണം വെറും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. ശൂന്യതയിൽ നിന്ന് ഒരു സംസ്ഥാനത്തെ മുഴുവൻ കാവി പുതപ്പിച്ച ആ നിമിഷം അമിത്ഷാ എന്ന സംഘാടകന്റെ അപ്രമാദിത്യം ലോകം തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു. കോടതി മുറികളിലെ നൂലാമാലകളും രാഷ്ട്രീയ തടസ്സങ്ങളും നീക്കി അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമ്പോൾ ആ ദൗത്യത്തിന് കരുത്തുപകർന്നത് അമിത്ഷായുടെ നിശ്ചയദാർഢ്യമാണ്. കാവിക്കൊടി പാറുന്ന ഓരോ ഗ്രാമത്തിലും അമിത്ഷാ എന്ന പേര് ആവേശമായി മാറി. എതിരാളികൾ അദ്ദേഹത്തെ ഏകാധിപതി എന്ന് വിളിക്കുമ്പോഴും തൻ്റെ ജനതയുടെ വിശ്വാസത്തിനു വേണ്ടി പോരാടുന്ന പോരാളിയായി അദ്ദേഹം തുടരുന്നു. അമിത്ഷാ ഒരു വ്യക്തിയല്ല, അതൊരു വികാരമാണ്. പരാജയമറിയാത്ത, വിശ്രമം ആഗ്രഹിക്കാത്ത രാഷ്ട്രീയ യന്ത്രം. ഓരോ തെരഞ്ഞെടുപ്പും അദ്ദേഹത്തിനൊരു യുദ്ധമാണ്, ഓരോ വോട്ടും ഒരു ആയുധവും. നരേന്ദ്രമോദി എന്ന കരുത്തിനു പിന്നിലെ ബുദ്ധിശക്തിയായി, പുതിയ ഭാരതത്തിൻ്റെ ശില്പിയായി അദ്ദേഹം നടന്നു നീങ്ങുന്നു. ചരിത്രം അദ്ദേഹത്തെ എങ്ങനെ രേഖപ്പെടുത്തും എന്നതിലല്ല, അദ്ദേഹം ചരിത്രത്തെ എങ്ങനെ തിരുത്തുന്നു എന്നതിലാണ് കാര്യം. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, ശത്രുവിനെ തോൽപ്പിക്കാൻ ആയുധത്തെക്കാൾ മൂർച്ചയുള്ള ബുദ്ധി വേണം. ആ ബുദ്ധിയുടെ പേരാണ് അമിത്ഷാ.